അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. യേശുവിൽ വളരെയധികം സ്നേഹിക്കുന്നവരെ, നിങ്ങൾക്ക് മദർ ഹോമിൽ നിന്ന് ആശംസകളും നന്മകളും ഞാൻ പങ്കുവയ്ക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമുള്ള ദൈവവചനം കേൾക്കുന്ന നല്ല മനുഷ്യർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും നന്മയും നിറഞ്ഞുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജൂൺ മാസത്തിൻ്റെ ആദ്യത്തെ ദിനങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത സ്കൂൾ വർഷവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നു. ഏതാണ്ട് 30 ലക്ഷം കുട്ടികൾ ഈ ദിവസങ്ങളിൽ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ 5 ലക്ഷത്തോളം കുട്ടികൾ 1-ാം ക്ലാസ്സിലാണ്. അത് സാധാരണ സർക്കാർ സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സ്കൂളുകളുണ്ട്, അത് CBSE സ്കൂളുകളുണ്ട്, ICS സ്കൂളുകളുണ്ട്, അതിനേക്കാൾ കൂടുതൽ സൈനിക സ്കൂളുകളുണ്ട്, കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിൽ വിദ്യാലയ വർഷത്തിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുക. പല സ്കൂളുകളും വളരെ ആഘോഷമായിട്ടാണ് വിദ്യാലയ വർഷത്തെ നേരിട്ടിരിക്കുന്നത്. സ്കൂളുകളിൽ തോരണങ്ങളൊക്കെ തൂക്കിയും ബലൂൺ പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ പെയിൻറ്റ് മാറ്റിയടിച്ചും ചിത്രങ്ങൾ കൊടുത്തുമൊക്കെ വളരെ ഒരു ആഹ്ലാദ തിമിർപ്പിലാണ് ഒരു വർഷം ആരംഭിക്കുന്നത്. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും സ്കൂൾ അധികാരികൾക്കെല്ലാം ഞാൻ ഈ ഒരു വർഷത്തിൻ്റെ എല്ലാ നന്മയും പ്രാർത്ഥിക്കുന്നു. ഈ വർഷം അനുഗ്രഹദായകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെയ്തിറങ്ങുന്ന കാലവർഷത്തുള്ളികളോടൊപ്പം ദൈവത്തിൻ്റെ നന്മ മുഴുവൻ ഈ കുഞ്ഞുങ്ങളിലേക്കും അധ്യാപകരിലേക്ക് പെയ്തിറങ്ങാനും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിനെയും സ്കൂൾ സംവിധാനങ്ങളെയും സ്കൂൾ അധികാരികളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്കൂളുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധ്യാപകരെയും കുട്ടികളെയും സ്കൂൾ സംവിധാനങ്ങളെയും അധികാരികളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഈ മേഖലയിൽ ശക്തമായി വർഷിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജ്ഞാനത്തിൻ്റെ കതിരുകൾ അയക്കണമേ.
നന്നായി പഠിപ്പിക്കാൻ അധ്യാപകരെ ശക്തിപ്പെടുത്തണമേ. സ്കൂളിൻ്റെ സംവിധാനങ്ങളെല്ലാം ശ്രേഷ്ഠമായി നീ കരുതണമേ. ദൈവമേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്? തീർച്ചയായും നമുക്കറിയാം, വിദ്യാഭ്യാസം വളരെയധികം അറിവ് നമുക്കെല്ലാവർക്കും തരുന്നുണ്ട്. സ്കൂളിലെ സംവിധാനങ്ങളിലൂടെ, സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിത്വ പരിശീലനം കൊണ്ട് നടക്കാം. ലോകമെന്ന വിശാലമായ ചക്രവാളത്തിലേക്ക് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സ് തുറന്നു വരികയാണ്. അങ്ങ് കാനഡയെക്കുറിച്ചും ന്യൂസിലൻഡിനെക്കുറിച്ചും ഓസ്ട്രേലിയയെക്കുറിച്ചും ആഫ്രിക്കയിലെ ദരിദ്രരാജ്യമായ സുഡാനെക്കുറിച്ചൊക്കെ ഒരുവനെ അറിയുകയാണ്. അവൻ്റെ മനസ്സ് തുറക്കുകയാണ്, വിശാലമായ ലോകത്തിലേക്ക് തുറക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ ഒരുപാട് പുത്തൻ അറിവുകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഈ ശ്രേഷ്ഠമായ മാനങ്ങളൊക്കെ നമുക്ക് അത്ഭുതത്തോടെ കണ്ടു നിൽക്കാൻ സാധിക്കുള്ളൂ. പണ്ടത്തെ കാലം പോലെയല്ല, ഇന്ന് വളരെയധികം അറിവുമായിട്ടാണ് ഓരോ കുഞ്ഞുങ്ങൾ പുറത്തിറക്കുന്നത്. അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഈ അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഈ അറിവിൻ്റെ മേഖലകൾ ഇനിയും ചക്രവാളങ്ങളോളം വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, അറിവിൻ്റെ ചക്രവാളങ്ങൾ വിശാലമാകുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്, നമ്മുടെ ഉള്ളിൽ, വിദ്യാർത്ഥികളുടെ ഉള്ളിൽ നന്മ അത് മങ്ങിപ്പോവുകയാണോ എന്നും. ആ നന്മയുടെ വിളക്കുകളൊക്കെ കരിന്തിരി കത്തുകയാണോ, അതോ പ്രകാശം വരാതെ അതൊക്കെ ഇരുട്ടിലങ്ങ് മയങ്ങി നിൽക്കുകയാണോ എന്നൊക്കെ സംശയിച്ചു പോകുന്നുണ്ട്. ബാഹ്യമായ ആഡംബരങ്ങളെക്കുറിച്ചും ബാഹ്യമായ ചട്ടവട്ടങ്ങളെക്കുറിച്ചും ബാഹ്യമായ മാർക്കുകളെക്കുറിച്ചും റാങ്കുകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന ഒരു പരിശീലനത്തിൻ്റെ പ്രാധാന്യം ഈ സ്കൂൾ മേഖലയിൽ കുറഞ്ഞു പോവുകയാണോ എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുക, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അറിവിൻ്റെ കവാടങ്ങൾ തുറക്കുക മാത്രമല്ല, മറിച്ച് അത് ഉള്ളിൽ ഒരാത്യന്തികമായ പരിവർത്തനത്തിലേക്ക് എത്തിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ ജീവിത മേഖലകളിലുള്ള ഒരു പരിവർത്തനവും കൂടി ഈ വിദ്യാഭ്യാസത്തിൻ്റെ ചിന്തകൾ അവന് സന്നിവേശിപ്പിക്കണം. ഞാനെന്ന വ്യക്തി മാത്രമല്ല, എല്ലാവരുമുള്ള ലോകവും, എല്ലാവർക്കും വേണ്ടപ്പെട്ട ലോകവും, എല്ലാവരും വളരുന്നൊരു ലോകവുമാണ് എൻ്റെ ചുറ്റിലുമുള്ളതെന്ന് തിരിച്ചറിവിലേക്ക് ഒരു കുഞ്ഞെത്തുമ്പോഴാണ് യഥാർത്ഥമായ വിദ്യ അവനിൽ ഫലം ചൂടി നിൽക്കാൻ തുടങ്ങുക. അതുകൊണ്ട് ബാഹ്യമായ ചട്ടവട്ടങ്ങളും ആഡംബരങ്ങളും അലങ്കാരങ്ങളും റാങ്കുകളും മാർക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ നടക്കുന്ന ഒരു വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ അർത്ഥത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ വചനത്തെ നമ്മൾ വീണ്ടും വായിക്കേണ്ടത്. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ പരാതി പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അന്നത്തെ സമൂഹം പരാതി പറഞ്ഞില്ലേ, നിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, അവർ പാരമ്പര്യമായി സൂക്ഷിക്കേണ്ട നന്മ അവർ കളയുക, ശുചിത്വമില്ല, ടൗണുകളിൽ നിന്നും ചന്തയിൽ നിന്നും കയറി വന്നിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ രോഗാണുക്കൾ ഉള്ളിൽ ചെല്ലും, രോഗം വരുമെന്ന് ആർക്കും അറിയാൻ വയ്യാത്തത്, മാത്രമല്ല അതൊരു മര്യാദയ്ക്കും മാന്യതയ്ക്കും ചേരാത്തതുമല്ലേ. അതായത് ബാഹ്യമായ വൃത്തിയെക്കുറിച്ചൊക്കെ ശക്തമായ ഒരു പരാതി പറയുമ്പോൾ ഈശോ അവരോട് പഠിപ്പിച്ചു. ഈശോ പഠിപ്പിച്ച വചനത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈശോ പഠിപ്പിച്ച വചനത്തെ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 10 മുതൽ 20 വചനങ്ങൾ അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഈശോ പഠിപ്പിച്ചു, പുറമേന്ന് വരുന്നതൊന്നുമല്ല അശുദ്ധമാക്കുന്നത്, ഉള്ളിൽ നിന്ന് വരുന്നതാണ് അശുദ്ധമാക്കുന്നതെന്ന്. പുറമേ ഉള്ളതൊന്നുമല്ല ഒരുവനെ ആത്യന്തികം മോശമാക്കുന്നത്, അവൻ്റെ ഉള്ളാണ് അവനെ മോശമാക്കുന്നത്. അത് പുറമേ എത്രമാത്രം യൂണിഫോം ഇട്ടാലും എത്രമാത്രം അടുക്കം ചിട്ടയും പരിശീലിച്ചാലും അവൻ്റെ ഉള്ളിൽ ആ ഒരു പരിശീലനം കടന്നുപോയില്ലെങ്കിൽ ഏതൊരു പരിശീലനം കൊണ്ട് പ്രസക്തിയില്ല. ഉള്ളാണ് നവീകരിക്കപ്പെടേണ്ടത്. ഇന്ന് പലപ്പോഴും യൂണിഫോമിൻ്റെ നിറത്തെക്കുറിച്ചും സ്കൂളിലെ ബെഞ്ചുകളെക്കുറിച്ചും ഡെസ്കുകളെക്കുറിച്ചും ശൗചാലയങ്ങളെക്കുറിച്ചും കെട്ടിടത്തിൻ്റെ അളവുകളെക്കുറിച്ചും പ്ലാനുകളെക്കുറിച്ചൊക്കെ ഗവൺമെൻറ്റും അധികാരികളും ശാഠ്യം പിടിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ അവൻ്റെ ഉള്ളിൽ ഇതുപോലൊരു അടുക്കും ചിട്ടയും നവീകരണം വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അതാണ് ഈശോ സൂചിപ്പിച്ചത്. ഈശോയുടെ വചനങ്ങൾ 15-ാം അധ്യായം നമ്മൾ വീണ്ടും ചോദിക്കാം. ഈശോ പറയുകയാണ്, വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നുവെന്നും അവിടുന്ന് വിസർജിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ?
അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വായിലേക്ക് ചെന്നു, അത് ഉദരത്തിലേക്ക് ചെന്നു, അത് ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് വിസർജിക്കപ്പെടുന്നു, അത് പുറത്തു പോയി. എന്നാൽ ഈശോ പറയണം, എന്നാൽ വായിൽ നിന്ന് വരുന്നതാണ്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവൻ അശുദ്ധനാക്കുന്നത്. അവൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? അശുദ്ധിയുള്ളത്. ഈശോ വ്യക്തമായി പറഞ്ഞു വെച്ചു, ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവയാണ് ഒരുവൻ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 17 മുതൽ 20 വചനങ്ങളാണ് ഞാൻ വീണ്ടും എടുത്ത് വായിച്ചത്. അതായത് ഒരുവൻ്റെ ഉള്ളിൽ എന്താണ് വളർന്നു വരുന്നത്, അവൻ്റെ ഉള്ളിൽ എന്താണ് മുളച്ചു വരുന്നത്, അതാണ് ഒരുവൻ്റെ ആത്യന്തികമായ നന്മയും തിന്മയും തിരിച്ചറിയുന്നത്. അതാണ് ഒരുവൻ്റെ ശുദ്ധിയും അശുദ്ധിയും തിരിച്ചറിയുന്നത്. റാങ്ക് കിട്ടിയെന്ന് വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നല്ല യൂണിഫോം ഇട്ടുവെന്ന് വെച്ചുകൊണ്ടോ, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുവെന്ന് വെച്ചുകൊണ്ടോ, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്കൗട്ട്സിലോ NCCയിലോ ഗെയിംസിലോ ഒക്കെ ഗ്രേസ് മാർക്ക് കിട്ടിയതുകൊണ്ടൊന്നും ഒരാൾ നല്ല വ്യക്തിയാകണമെന്നില്ല. നല്ല വ്യക്തിയുടെ ഉള്ളിൽ നന്മയും കരുണയും പൊട്ടിയൊഴുകണം. ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ കനിവിൻ്റെയും നന്മയുടെയും ഉറവകളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ. അല്ലാതെ പുറമേ കാണുന്ന കെട്ടിടങ്ങളുടെ വലിപ്പമോ പെയിൻറ്റുമല്ല. ഈ ദിവസങ്ങളിൽ എനിക്ക് അയച്ചു തന്ന ഒരു കൊച്ചു സംഭവം, കഥയല്ല, ജീവിതത്തിലൊരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാം. നിങ്ങൾ ചില ആളുകൾക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ മൊബൈൽ വാട്സപ്പിലൊക്കെ ആ മെസ്സേജ് വന്നു കാണും. അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യം. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് കാളികാവ് എന്നൊരു സ്ഥലം, അതിനടുത്ത് കരുവാരക്കുണ്ടെന്നൊരു കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിലെ SI ആയിരുന്ന ജയകൃഷ്ണൻ ഒരു ദിവസം ആ നാട്ടിലെ കുറ്റവാളിയായ മുജീബ് റഹ്മാനെ പിടിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. കുറേ കള്ളക്കേസുകളിലൊക്കെ പ്രതിയായ മുജീബിനെ പിടിക്കാൻ വേണ്ടി ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആ SI അയാളെ തപ്പിച്ചെന്നു വീട്ടിലേക്ക്. ചെന്നപ്പോൾ അയാൾ ക്രൂരനായ മനുഷ്യൻ. അയാൾ എന്തോ ആക്രോശത്തിനിടയ്ക്ക് ഈ കള്ളത്തോക്കുണ്ടായിരുന്ന മുജീബ് ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന SIയെ തോക്കെടുത്ത് വെടിവെച്ചു. അയാളവിടെ കൊല്ലപ്പെട്ടു. ഒരു പോലീസ് SIയെ വെടിവെക്കുന്നു എന്ന യാഥാർത്ഥ്യം പെട്ടെന്ന് വാർത്ത ചൂട് പറന്നു. ഇയാൾക്ക് തന്നെ മനസ്സിലായി അബദ്ധമായി. ഇയാൾ തൻ്റെ ഭാര്യയെയും 2 മക്കളെയും കൂട്ടിക്കൊണ്ട് അയാൾ കാട്ടിലേക്ക് ഒളിച്ചോടി. നിലമ്പൂർ കാടുകളിൽ അയാൾ പാത്തിരുന്നു. അയാളുടെ ഭാര്യയും 2 മക്കളെയും കൊണ്ട്, ദിൽഷൻ എന്ന് പറയുന്ന മുഹസീന എന്ന് പറയുന്ന 10 വയസ്സുള്ളതും 8 വയസ്സുള്ളതുമായ 2 കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് ഇയാൾ കാട് കയറി. വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ SIയെ വെടിവെച്ചുവെന്ന് വാർത്ത അറിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിലെ പോലീസ് മുഴുവൻ ഇയാൾ തപ്പിയിറങ്ങി. ഈ കാട് മുഴുവൻ അരിച്ചു പറയുകയും ഒരു കല്ലിൻ്റെ പൊത്തിൽ ഇയാൾ പിള്ളേരുടെ പൊത്തിപ്പിടിച്ച് അവിടെ രാത്രി മുഴുവൻ ചിലവഴിച്ചു. 7 നിമിഷം പിടിക്കപ്പെടാവുന്ന അവസ്ഥ. പക്ഷേ രാത്രിയിൽ ആ പോലീസുകാർ കണ്ടെത്താൻ സാധിച്ചില്ല. നേരം വെളുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും ഈ മുജീബ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മക്കളെ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോക്കോ, ഈ വഴിക്ക് താഴെ ഇറങ്ങിച്ചെന്നാൽ കുറേ ചെന്നാൽ വീട്ടിലേക്ക് എത്താം, ഉപ്പായും ഉമ്മയും ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞയച്ചു. ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടും പേടിച്ച് പറിച്ചുകൊണ്ടും 100 മീറ്റർ നടന്നില്ല. അതിന് വെടിപൊട്ട് നൊച്ച കേട്ടു. എന്താ സംഭവിച്ചത്? ഈ മുജീബ് തൻ്റെ ഭാര്യയും വെടിവെച്ചു വന്ന് ഇയാൾ തലയ്ക്ക് വെടിവെച്ച് ഇയാൾ ആത്മഹത്യ ചെയ്തു. ഇയാൾ ബോധപൂർവം തന്നെ തൻ്റെ ഭാര്യയെ കൊന്നു, ഇയാളെ വെടിവെച്ചു വന്നു. അപ്പോൾ ആ നാട്ടിൽ അതിനേക്കാൾ പ്രക്ഷുബ്ധമായ സംഭവമായി. ഓടിക്കടന്ന ജനം കാണുന്നത് വെടിയേറ്റ് കിടക്കുന്ന 2 പേര്. എന്തു ചെയ്യാൻ പറ്റും? അനാഥ കുഞ്ഞുങ്ങളെപ്പോലെ 2 കുഞ്ഞുങ്ങൾ നിൽക്കുക. ചിറകറ്റ് വീണ 2 പക്ഷിക്കുഞ്ഞുങ്ങൾ, തൂവില്ലാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആ ജയകൃഷ്ണൻ്റെ മൃതശരീരം ആ നാട്ടുകാർ ആദരപൂർവ്വം ഏറ്റുവാങ്ങി മൃതസംസ്കാരത്തിൽ കൊടുത്തു. വളരെയധികം വേദനിപ്പിക്കുന്ന രംഗം. അയാളുടെ ഭാര്യയായ ജാനകി, അയാളുടെ 2 മക്കൾ വിജീന, വിനു, പഠിക്കുന്ന 2 മക്കൾ. ഈ മക്കൾ ആർത്തരച്ച് കരഞ്ഞു. കോളേജിൽ പഠിക്കുന്ന മകന് താങ്ങാനാവുന്ന അപ്പം മരിച്ചത്. ഏതായാലും വിഷമത്തോടെ ആ രംഗം കടന്നു പോകുക. ഈ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. കൊലയാളിയുടെ മക്കളെ ആരും ഏറ്റെടുക്കും? അവിടുത്തെ ഒരു മുസ്ലിം ഓർഫനേജ് ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു. ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ അവിടെ ഓർഫനേജിലെ സ്കൂൾ ഒരുക്കി കൊടുത്തു. 1 വർഷം കുഞ്ഞുങ്ങൾ പഠിച്ചു. അവധിക്കാലമായി കുഞ്ഞുങ്ങൾ എങ്ങോട്ട് പോകും? ഇവരുടെ ബന്ധുക്കളും
പ്രിയപ്പെട്ടവർ പോലും കൂടെ കൊണ്ടുപോകാൻ തയ്യാറായില്ല. കാരണം ജയകൃഷ്ണൻ്റെ മക്കളെങ്ങാനും പ്രതികാരം ചെയ്തെങ്കിലോ എന്ന ചിന്ത. ഏതായാലും ആ ഓർഫനേജ്, അനാഥാലയം എന്ന് പറയുന്നു വാക്ക് ഓർഫനേജിൻ്റെ അർത്ഥം. ഈ ഓർഫനേജ് അധികാരികൾ ചിന്തിച്ചു ആ സ്കൂളിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. പിറ്റേ വർഷം അധ്യയന വർഷം തുറന്നപ്പോൾ അവിടുത്തെ നല്ലൊരു അധ്യാപകൻ പറഞ്ഞു കൊടുത്തു, നമ്മുടെ കൂടെ പഠിക്കുന്ന ഈ 2 കുഞ്ഞുങ്ങൾക്ക് വീടില്ല, അവർക്ക് പോകാനിടമില്ല. ഈ വർഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉള്ള പൈസയൊക്കെ ചുരുക്കി നമ്മുടെ അധിക ചിലവുകളൊക്കെ വേണ്ടെന്ന് വെച്ച് ഇവർക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കാം. ഇവർക്ക് താമസിക്കാൻ കുഞ്ഞിടം വേണം. എല്ലാ കാലത്തും അനാഥത്തിൽ ജീവിക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കനിവിൻ്റെ മുള പൊട്ടി. അവരോട് ഞങ്ങൾ സഹകരിക്കാം മാഷേ. 10 രൂപയുടെ പേന മേടിക്കുന്നു, 5 രൂപയുടെ പേന മേടിച്ചു. ഐസ്ക്രീം മേടിക്കുന്നു, ഐസ്ക്രീം വേണ്ടെന്ന് വെച്ചു. ചിലവുകൾ ചുരുക്കി ഇവർ ഒന്നിച്ചു ചേർന്ന് പൈസ സമാഹരിച്ചു. പ്രിയപ്പെട്ടവർ, 1 വർഷം കൊണ്ട് ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു. ഈ പൈസയും PTA ഫണ്ടും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു കുഞ്ഞു വീട് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. ഈ വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് എല്ലാവരെയും വിളിക്കണ്ടേ? എങ്കിൽ ആ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യനായിരുന്ന SI ജയകൃഷ്ണനെയും വിളിക്കണ്ടേ? അദ്ദേഹം മരിച്ചു പോയെങ്കിലും ഈ സ്കൂൾ അധികാരികൾ ആ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇതാ ഞങ്ങൾ ആ മുഹസീനയ്ക്കും ദിഷാദിനും ഒരു വീട് വെച്ച് കൊടുത്തിരിക്കാം. ആ കുഞ്ഞുങ്ങളുടെ ബാപ്പ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നതാണ്. എങ്കിൽ പോലും കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ആ നല്ല സ്ത്രീ പറഞ്ഞു, തീർച്ചയായും ഞങ്ങളുടെ അച്ഛൻ മരിച്ചു പോയാൽ വിഷമമുണ്ട്, എങ്കിലും ആ കുഞ്ഞുങ്ങളോട് പഠിക്കാൻ പറയണം, നല്ല കുഞ്ഞുങ്ങളാകാൻ പറയണം, കുഞ്ഞുങ്ങളോട് വിഷമിക്കരുതും. ജാനകി എന്ന് പറയുന്ന ആ ഭാര്യ ആകാശത്തോളം വലിപ്പമുള്ള അമ്മയായി മാറി. അവിടെ ഒന്നും തീർന്നില്ല. അവർ പറഞ്ഞു വെച്ചു, എനിക്ക് വരാൻ പറ്റില്ല, പക്ഷെ എൻ്റെ മോനെ പറഞ്ഞയച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, പിറ്റത്തെ ആഴ്ചയിൽ സ്കൂളിൽ ചെറിയൊരു മീറ്റിംഗ്, സ്ഥലത്തെ MLAയും പഞ്ചായത്ത് മെമ്പർമാരും അധികാരമുള്ള മീറ്റിങ്ങിൽ വെച്ച് താക്കോൽ ഏറ്റുവാങ്ങാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ വിളിച്ചു. കുഞ്ഞുങ്ങൾ 2 പേരും പതുക്കെ നടന്നു കയറി വരുമ്പോൾ പെട്ടെന്ന് വേദിയിൽ നിന്ന് ഈ വിനു എന്ന പയ്യനും കൂടെ എഴുന്നേറ്റു. ജയകൃഷ്ണൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറുടെ മകൻ എഴുന്നേറ്റു. തൻ്റെ അച്ഛനെ വെടിവെച്ച് വന്നവൻ്റെ മക്കൾക്ക് വെടിവെച്ച് കൊടുക്കുക. ആളുകളുടെ അത്ഭുതത്തിൽ നോക്കിയിരിക്കുമ്പോൾ ഈ വിനു കടന്നു വന്നിട്ട് ഈ 2 കുഞ്ഞുങ്ങളുടെ തോളിൽ കൈയിട്ടു. ഒരു വലിയേട്ടനെ പോലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കൊച്ചുങ്ങളെയും കൊണ്ട് സ്റ്റേജിലേക്ക് എറിയും. താക്കോൽ ഒന്നിച്ചേറ്റ് വാങ്ങി തിരിഞ്ഞു എന്ന് പറഞ്ഞു, ഇവരെൻ്റെ അനിയനാണ്, എൻ്റെ അനിയത്തിയാണ്, ഇവരെയും കൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. ഒന്നും മിണ്ടാനാവാതെ കണ്ണിക്കൂടെ കണ്ണീർ കുടുകുട ഒഴുകുമ്പോൾ അവർ ജനം എഴുന്നേറ്റ് നിന്നു. കൈയടിക്കാൻ പോലും മറന്നുപോയിക്കൊണ്ട് ഒരു സദസ്സ് എഴുന്നേറ്റ് നിൽക്കുന്ന നിമിഷം. ഞാൻ പ്രിയപ്പെട്ടവരെ, ആ സംഭവം വായിച്ചു കേട്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെയൊക്കെ സ്കൂളുകളിൽ, നമ്മുടെയൊക്കെ പ്രവർത്തന മേഖലകളിൽ നന്മയുടെ ഉറവകളൊന്നും പറ്റിയിട്ടില്ല. എന്തെല്ലാം നന്മകൾ പൊട്ടി ഒഴുകി അവിടെ. ഏറ്റവും പ്രധാനമായി ഈ കുഞ്ഞുങ്ങൾക്ക് അഭയം കൊടുക്കാൻ തയ്യാറായ ഓർഫനേജ്. 2, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട് വെക്കണമെന്ന് ചിന്തിച്ച ഒരു അധ്യാപകൻ്റെ നല്ല മനസ്സ്. 3, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവുകൾ വേണ്ടെന്ന് വെച്ച് പണം സമാഹരിച്ച കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ നന്മ. ഒരു സ്കൂളിൻ്റെ നന്മ, ഒരു സ്കൂൾ അധികാരികളുടെ നന്മ, ഒരു സ്കൂളിൻ്റെ പരിശീലനം എത്രമാത്രം വിശാലമായിട്ടാണ് മലയാളികൾ വളർത്തിയെടുത്തത്. ഞാൻ ഓർക്കും, ആ സ്കൂളാണ് യഥാർത്ഥ സ്കൂള്. ആ കുഞ്ഞുങ്ങളാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തെ കടന്നുപോയത്. ആ ചിന്ത കൊടുത്ത അധ്യാപകനാണ് ഏറ്റവും നല്ല അധ്യാപകൻ. കാരണം വിദ്യാലയത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറഞ്ഞു വെക്കുന്നത് മനസ്സിൽ നന്മയുടെ ഉറവകൾ പൊട്ടിക്കുന്ന, വൈരാഗ്യത്തിൻ്റെയോ ശത്രുതയുടെയോ കലഹത്തിൻ്റെയോ ദുരാത്മാവല്ല, മറിച്ച് സ്നേഹവും കരുണയുമാണ് ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സുണ്ടാകേണ്ടത്. ഏറ്റവും നല്ല മനുഷ്യൻ്റെ ഹൃദയമാണ് കരുണയുള്ള മനസ്സ്. ഏറ്റവും നല്ല മനുഷ്യൻ്റെ ഹൃദയം വിശാലമാകുന്നതും വലുതാകുന്നതും ഈ കരുണ കൊണ്ടാണ്. ഈ സ്കൂൾ അധികൃതർ കാണിച്ചു കൊടുത്തതാണ്, കരുണ കാണിക്കണം. ചിലപ്പോൾ മുജീബിന് തെറ്റുപറ്റി കാണും, അതിന് മക്കളെ എന്തിനു ശിക്ഷിക്കണം. ചിലപ്പോൾ ഒരു മുസ്ലിമാണ് ഹിന്ദുവിനെ കൊന്നത്, അതിന് കലഹത്തിന് എന്തിനു പോകണം? തെറ്റ് തന്നെയാണ്. പക്ഷെ അതൊന്നും സാരമാക്കാതെ എല്ലാ മനുഷ്യരും ഒന്നു ചേർന്ന ആ ഗ്രാമത്തിൻ്റെ തളക്കം ഓർക്കണം പ്രിയപ്പെട്ടവരെ. എങ്കിൽ ഈ വിദ്യാലയ വർഷം ആരംഭിക്കുമ്പോൾ ഈ സ്കൂളിനെയും ഈ അധ്യാപകരെയും നേതൃത്വം കൊടുത്തവരെയും നിങ്ങളുടെ മുമ്പിലേക്ക് മാതൃകയായി നിർത്തുക. നമ്മുടെ സ്കൂളും നമ്മുടെ സംവിധാനങ്ങളൊക്കെ സായി സമാജത്തിനും മറ്റ് മത്സരങ്ങൾക്കും വഴക്കുണ്ടാക്കാനും സ്പോർട്സ് മീറ്റിലും കായിക മാമാങ്കത്തിലും അംഗം പെട്ടാനുള്ളതല്ല. അതൊക്കെ വേണം. മറിച്ച് അതിനേക്കാളുപരിയായി മനസ്സിൽ നന്മകൾ പൊട്ടിമുളയ്ക്കട്ടെ, കരുണയുടെയും സ്നേഹത്തിൻ്റെയും നന്മകൾ പൊട്ടിമുളയ്ക്കട്ടെ. ഇതിനുള്ള വലിയൊരു അഭിഷേകമാണ് ഈ വർഷം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സ്കൂളുകളും ഈ വചനം കേൾക്കുന്നവരും
സ്കൂൾ അധ്യാപകരും കുഞ്ഞുങ്ങളും എല്ലാം ഇതൊരു കെട്ടുകഥയല്ല. നിലമ്പൂർ മേഖലകളിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നടന്ന അത്ഭുതമാണിത്. ഇത് മനസ്സിലാക്കണം. ഇതായിരിക്കട്ടെ ഓരോ നാട്ടിലും ഓരോ സ്കൂളിലും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അതിനുള്ള വലിയ ഉണർവ് എല്ലാ സ്കൂൾ അധികാരികൾക്കും സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ കാരുണ്യവും നന്മയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളാണ് ശുദ്ധീകരിക്കേണ്ടത്. അറിവിൻ്റെ ചക്രവാളങ്ങൾ വലുതാകുന്ന നിമിഷങ്ങൾ തന്നെ മനസ്സും വലുതായി വലുതായി വരാനിടയാക്കണമേ. ദൈവമായ കർത്താവേ, നിൻ്റെ വലിയ ശക്തിയും വലിയ നന്മയും ഞങ്ങളിലേക്ക് ഒഴുകുമ്പോൾ എല്ലാവരിലേക്കും നന്മയും കരുണയും എത്തിക്കാനുള്ള അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധ്യാപകരെയും സ്കൂളിനെയും സ്കൂൾ മേഖലകളെയും എല്ലാ സംവിധാനങ്ങളും അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈ നിമിഷം കർത്താവിൻ്റെ ശക്തി കടന്നു വരട്ടെ. എൻ്റെ ദൈവമേ, നിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവനെയും അങ്ങ് ജനത്തെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള മുഴുവൻ ആളുകളെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശരീരത്തിൻ്റെ വേദനകൾ രോഗങ്ങൾ ഏറ്റെടുത്ത് ആശ്വാസം കൊടുക്കണമേ. മനസ്സിൻ്റെ വിഷമങ്ങളും അസ്വസ്ഥകളും ഒക്കെ നീക്കണമേ. സന്തോഷം കൊടുക്കണമേ. പ്രത്യേകമായി ഈ നിമിഷം സാമ്പത്തിക ബാധ്യതകളിൽ കടബാധയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള എല്ലാ ഞെരുക്കപ്പെടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുറ്റുവട്ടങ്ങളുടെ സമ്മർദ്ദം മൂലം ബാഹ്യമായ ഇടപെടൽ മൂലം മാനസികവും ശാരീരിക വേദന അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ നിമിഷം തന്നെ എല്ലാവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് തൊടണമേ കർത്താവേ. അങ്ങ് തൊട്ട് യാത്രയാകണമേ കർത്താവേ. അങ്ങ് ബലപ്പെടുത്തി യാത്രയാകണമേ കർത്താവേ. യേശുവിൻ്റെ ശക്തി പ്രകടമാകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെ മേൽ ദൈവശക്തി കടന്നു വരട്ടെ. വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷയെ പങ്കെടുക്കുവാനും എല്ലാവരുടെയും സ്പർശിക്കണമേ. എൻ്റെ പിതാവിനെ ആകർഷിക്കപ്പെടാതെ ഒരാൾ പോലും എൻ്റെ അടുത്ത് വരികയില്ല എന്ന വാക്ക് അങ്ങ് പൂർത്തിയാക്കണമേ. ഇപ്പോൾ ഈ നിമിഷം അങ്ങ് ആകർഷിച്ച് കൊണ്ടുവന്ന് ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവാഴമേശയിലെ സമ്മാനം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.